ഹലോ, അസ്സലാമു അലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്, നിങ്ങൾക്കിങ്ങനെ വീഡിയോസ് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഇന്ന് നമുക്ക് ഷോപ്പിലേക്ക് ഓർഡർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിൽ പെട്ട കാരണമാണ് ഒരുവിധം കസ്റ്റമേഴ്സിനൊന്നും സാധനങ്ങൾ പറഞ്ഞ ടൈമിന് അയച്ചെടുക്കാൻ പറ്റാതിരുന്നത്. എന്നാലും ഇന്നലെ ഒരുവിധം ആളുകളുടെ ഒക്കെ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നോ രണ്ടോ പേരുടെയാണ് നമ്മൾ അയച്ചു കൊടുക്കാത്തതുള്ളൂ. പിന്നെ ഒന്ന് രണ്ട് പേരുടെ പിൻകോഡ് എന്തോ പ്രശ്നമായിട്ട് അവരെനിക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് ഇന്നലെയാണ് അവരിതൊക്കെ പോയിട്ടുള്ളത്. അപ്പം അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടും ഡിലേ ഒക്കെ വന്നതുകൊണ്ട് കസ്റ്റമർ സാധനം കിട്ടാൻ 2 ദിവസം കൂടെ പിടിക്കും. പിന്നെ കൂടുതൽ എന്താ പറയുക, കാര്യങ്ങളൊന്നും പറയാനില്ല. പിന്നെ നമ്മൾ ബോർഡ് എന്തെന്നാ പറയുക, ബോ ഉണ്ടാക്കുന്നതും സ്ക്രഞ്ചീസ് ഉണ്ടാക്കുന്ന അളവ് കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറഞ്ഞിട്ട് ഒരുപാട് പേര് നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഈ ഒരു സ്ക്രഞ്ചീസ് നമുക്ക് അർജൻറ്റായിട്ട് ഷോപ്പിലേക്ക് ഓർഡർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ അടിക്കാനായിട്ട് ഇരിക്കാത്തത്. അപ്പോൾ നമുക്ക് ഓരോ കളേഴ്സും, അതായത് ഒരു കളറ് മിക്സഡായിട്ട് 6 കളറ് 30 പാക്കറ്റ് അങ്ങനെയൊക്കെ ആയിട്ടാണ് നമുക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് അടിച്ച് തയ്ക്കണ ഒരു തിരക്കായതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ള വീഡിയോസ് കാര്യങ്ങളൊന്നും ചെയ്യാത്തത്. പിന്നെ ഹെയർ അക്സസറീസിൻ്റെ കുറച്ചും കൂടെ ഐറ്റംസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ഉണ്ട്. അപ്പോൾ അതാണ് ഇന്നലെ ഞാൻ അതിൻ്റെ മെറ്റീരിയൽസ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയും പിന്നെ ഒരുപാട് പേർക്ക് നമ്മൾ സാധനം മിസ്സിങ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഇനി എന്തെങ്കിലും സാധനം എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കത് അടുത്ത ആ സാധനത്തിൽ കൂടെ നമ്മൾ മിസ്സിങ് വന്നത് അയച്ചു തരാം. അത് കൂടാണ്ട് റീഫണ്ട് ചെയ്യേണ്ടവർക്ക് ഞാൻ റീഫണ്ട് ചെയ്യാം. ഇനി ആർക്കെങ്കിലും റീഫണ്ട് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ അവർ നമ്മളോടൊന്ന് പറയണം. കാരണം കുറേ ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈസ വന്നതിന് ശേഷം ഞാൻ റീഫണ്ട് ചെയ്യാമെന്നുള്ളത്. അപ്പം അങ്ങനെയുള്ളവർ ഈ വീഡിയോസ് കാണുകയെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു 10-ാം തീയതിക്ക് ശേഷം ഇനി റീഫണ്ട് ആർക്കെങ്കിലും തരാനുണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ പൈസ ഞാൻ റീഫണ്ട് ചെയ്ത് തരാം. പിന്നെ അപ്പോൾ ഇന്നിപ്പോൾ പ്രത്യേകമായിട്ടൊരു വീഡിയോസായിട്ട് വന്നിട്ടുള്ളത് കുറച്ച് പാക്കിങ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് നിങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കുക. കൂടുതലൊന്നും നമുക്ക് പറയാനില്ല. അപ്പോൾ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക, എങ്കിലാണ് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മളിതൊക്കെ പാക്ക് ചെയ്ത് ഇത് നമ്മൾ പോസ്റ്റ് ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ കയ്യിൽ പാക്കിംഗ് കവർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഈ ഒരു പാക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കസ്റ്റമർക്ക് എത്തിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ പാക്കിംഗ് കവറിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ സാധാ അമീഷ പാക്കിംഗ് കവറിൽ തന്നെയാണ് നമ്മൾ സാധനം അയച്ചു തരുന്നത്. നമുക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിത് അയക്കാൻ കൊണ്ടു കൊടുത്തതിന് ശേഷമാണ് നമുക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ സാധനങ്ങൾ പുറത്ത് കണ്ടു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്, ഇങ്ങനെ പാക്ക് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഒരാളുടെ എന്തോ പുറത്ത് കാണുന്നുണ്ട്, പുറത്തേക്ക് ആയിട്ടുണ്ട്, അപ്പോൾ അത് അയക്കാൻ പറ്റിയിട്ടില്ല, അതിവിടെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആരതാണെന്നുള്ളത് എനിക്കറിയില്ല. ഇനി നാളെ നമ്മളത് അയക്കാൻ വേണ്ടി പോകുമ്പോഴാണ് അത് ആരതാണ്, ഏത് കസ്റ്റമറിൻ്റെ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിന് ശേഷം നമ്മൾ അതിൻ്റെ വിവരം നിങ്ങളോട് പറയണതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇന്ന് വീഡിയോസിൽ പറയാനുള്ളത്. കുറച്ച് പാക്കിങ്ങും അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അതുപോലെ തന്നെ ഉമ്മയും മോളും എന്ന ചാനൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യണതാണ്. അപ്പോൾ എല്ലാവരും അതും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കൂ കേട്ടോ.